UPSC നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. IAS, IPS, IFS, IRS തുടങ്ങിയിട്ടുള്ള സർവീസിലേക്കൊക്കെയുള്ള സെലക്ഷൻ ഈ ഒരു എക്സാം ത്രൂ ആണ്. സോ അപ്കമിങ് എക്സാം 2026 ഇനി എക്സാം വരാൻ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാനിവിടെ പറയുന്നത്. January 15 എക്സ്പെക്റ്റഡ് രജിസ്ട്രേഷൻ വരുന്നത്. എക്സാമിന് മിക്കവാറും 15 രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. May 24 ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് വരുന്നത്, ദ പ്രിലിംസ്. അതിനുശേഷം ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കിലാണ് മെയിൻസ് എക്സാം വരുന്നത്. പ്രിലിംസ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മെയിൻസിലേക്ക് എത്താം. പ്രിലിംസിന് അപ്ലൈ ചെയ്യുന്നത് ഏകദേശം ഡിപ്പെൻഡ്സ്. സ്റ്റിൽ നല്ലൊരു നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ടാവാറുണ്ട്. 8 to 10 lakh ആപ്ലിക്കൻസ് ഉണ്ടാവാറുണ്ട്. അതിൽ എക്സാം അറ്റൻഡ് ചെയ്ത് അവസാനം പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്നത് ഒരു 14,500 സ്റ്റുഡൻസാണ് അപ്രോക്സിമേറ്റ്ലി. അവർക്ക് മെയിൻസ് എഴുതാം. മെയിൻസ് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് മോസ്റ്റ് പ്രോബബ്ലി ജാനുവരി മന്തിലായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാവുക. ശേഷം ഏപ്രിലായിരിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരിക. സോ ഈ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും ആർക്കൊക്കെ IAS കിട്ടി, ആർക്കൊക്കെ IPS കിട്ടി, ആരൊക്കെ ലിസ്റ്റിലുണ്ടെന്നൊക്കെ. സോ പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്ക് മെയിൻസ് ചെയ്താം. മെയിൻസ് ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് മെയിൻസിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും മാർക്കാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഇതാണ് അപ്കമിംഗ് ആയിട്ടുള്ള UPSC സിവിൽ സർവീസ് എക്സാമിൻ്റെ ഇൻഫർമേഷൻ. കമൻറ്റ് സെക്ഷനിൽ 1-2 കമൻറ്റ്സ് കണ്ടു, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്.